ഒരു പാൻ എടുക്കുക, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, എന്നിട്ട് കറിവേപ്പില ഇടുക. വാട്ടുകപ്പ കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്, അത് അതിനകത്തോട്ട് ഇടുക. വൻപയറും നമ്മളിതുപോലെ വേവിച്ച് വെച്ചിരിക്കുകയാണ്, അതും ഇതിനോട് കൂടി ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എന്ന് അങ്ങോട്ട് മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പൂടെ ഇടണം. അത് കഴിഞ്ഞ് മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ഇത് പൂഴ്ത്തി വെക്കുകയാണ് ആവി കയറ്റാൻ വേണ്ടി. അങ്ങനെ കപ്പയും പയറും കൂടെ കൂട്ടി വേവിച്ചത് റെഡിയായിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ ബലിയാടായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയാണ് ഇന്ന് ഇതുപോലൊരു ദിവസമാണ് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചത്, ദുഃഖവെള്ളി. ആ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് നമ്മളൊരു കഞ്ഞി കുടിക്കും. ആ കഞ്ഞിയാണ് ഇത്. അതിന് കപ്പയും പയറും എല്ലാം കൂടി ഇട്ട ഒരു കൂട്ടാനാണിത്. അത് കുടിക്കുന്ന അത് ക്ഷീണിച്ച് വന്നിട്ട് കുടിക്കുമ്പം അതിന് നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ.